അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഒരു ഫങ്ഷൻ തന്നാൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള ടെക്നിക്കാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കുക. ഫിഗർ PQR എന്നാണ് അതിന് പേര് കൊടുത്തേക്കുന്നത് ഫിഗറിൻ്റെ. അത് y f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ആ വരച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടറിയാം പിയിൽ തൊട്ട് Q വരെ ഇത് മേലോട്ട് പോവുകയാണ്, അതായത് ഇൻക്രീസ് ചെയ്യുകയാണ്. എന്നാൽ Qയിൽ എത്തിയിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പം Q തൊട്ട് R വരെ അത് ഡിക്രീസ് ചെയ്യുകയാണ്. ഈ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന്. ഈ ഫംഗ്ഷൻ P തൊട്ട് Q വരെ ഇൻക്രീസിങ് എന്ന് പറയാം, Q തൊട്ട് R വരെ ഡിക്രീസിങ് എന്ന് പറയാം. അതിന് എല്ലാ കേസിലും ഇങ്ങനെ ഫിഗർ വരയ്ക്കാനൊന്നും പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്കുണ്ട്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുന്നത്, എപ്പോഴാണ് ഡിക്രീസിങ് ആവുന്നത്. അതിനിത്രയേ ഉള്ളൂ. y f(x) എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് dy/dx കണ്ടുപിടിക്കുക. dy/dx പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് എന്ന് പറയാം, dy/dx നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് എന്ന് പറയാം. ഈ രണ്ട് കണ്ടീഷനാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഇൻക്രീസിങ്ങിൻ്റെ കണ്ടീഷൻ dy/dx പോസിറ്റീവ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0. ആദ്യത്തെ കേസിൽ ഇൻക്രീസിങ് എന്ന് പറയാം. രണ്ടാമത്തെ കേസ് dy/dx ലെസ് ദാൻ 0 ആകുമ്പോൾ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി 0 ആകുമ്പോഴോ, 0 ആകുമ്പോൾ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. ഇതാണ് പോയിൻ്റ്, ടേണിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 0 വരുന്ന കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. dy/dx പോസിറ്റീവ് ആകുമ്പോൾ ഇൻക്രീസിങ്, dy/dx നെഗറ്റീവ് ആകുമ്പോൾ ഡിക്രീസിങ്. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, x³ - 6x² + 5x - 2. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. x = -2 എന്നുള്ള പോയിന്റിൽ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതേപോലെ x = 2 എന്നുള്ള പോയിന്റിൽ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയാലും നമുക്ക് dy/dx കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ dy/dx കണ്ടുപിടിച്ചു. x³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3x² എന്ന് കിട്ടും, -6 × x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും, +5 × x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, 2 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. അപ്പോൾ 3x² - 12x + 5 എന്ന് കിട്ടും. ഇനി നമ്മൾ x = -2 എന്നുള്ള പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആണ്. x വരെ -2, -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +4 എന്ന് വരും. ഇത് 12, ഇത് -, +24 +5, ഇതെല്ലാം കൂടെ കൂട്ടാകുമ്പോൾ പോസിറ്റീവ് കിട്ടും. അപ്പോൾ എന്ത് പറയാം, dy/dx പോസിറ്റീവ് ആണ്. എപ്പോഴാണ് x -2. അപ്പോൾ x -2 എന്നുള്ള പോയിന്റ് ഇൻക്രീസിങ്. x -2 ആവുമ്പോൾ dy/dx ഗ്രേറ്റർ ദാൻ 0, അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് പറയാം. അടുത്ത x2 കൊടുക്കാം. x2 കൊടുക്കുമ്പോൾ 2² 4, അപ്പോൾ 3 × 4 -12 × 2 +5. ഇതിപ്പോൾ 12 - 24 -12, -12 + 5 -7. -7 ലെസ് ദാൻ 0 ആണ്, അതായത് dy/dx നെഗറ്റീവ്. x = 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dy/dx നെഗറ്റീവ് ആണ്. അതുകൊണ്ട് x = 2 എന്നുള്ള പോയിന്റിൽ അത് ഡിക്രീസിങ് ആണ്. അപ്പം ഈ പ്രോബ്ലത്തിൽ ഈ 2x³ - 9x² + 12x - 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ
ഇൻക്രീസിങ് ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെ പോയിൻറ്റ്സിലാണ് ഇത് ഇൻക്രീസിങ് ആവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ റേഞ്ചിലാണ്, എവിടം തൊട്ട് എവിടം വരെയാണ് ഇത് ഇൻക്രീസിങ് എന്ന് കണ്ടുപിടിക്കണം. അതിനാദ്യം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് y എന്ന് കൊടുക്കുക. അപ്പോൾ ലെറ്റ് y ഈസ് ഈക്വൽ ടു 2x³ മൈനസ് 9x² പ്ലസ് 12x മൈനസ് 1. ഇൻക്രീസിങ് ആണെങ്കിലും ഡിക്രീസിങ് ആണെങ്കിലും dy/dx കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ x³ ഡെറിവേറ്റീവ് 3x² ആണ്, x² ഡെറിവേറ്റീവ് 2x ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, -1 ഡെറിവേറ്റീവ് 0. അപ്പോൾ 6x² മൈനസ് 18x പ്ലസ് 12 എന്ന് വരും. ഇതിൽ നിന്ന് 6 കോമൺ എടുക്കാം. അപ്പോൾ 6 എപ്പോഴും പോസിറ്റീവാണ്. ഇൻക്രീസിങ് ആവണമെങ്കിൽ dy/dx പോസിറ്റീവ് ആവണം. 6 ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ പിന്നെ എന്താണ് പോസിറ്റീവ് ആവേണ്ടത്? x² മൈനസ് 3x പ്ലസ് 2 പോസിറ്റീവ് ആയാൽ മാത്രമേ ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ 6 പോസിറ്റീവാണ്. ഇനി ബാക്കി അതിൻ്റെ കൂടെയുള്ള x² മൈനസ് 3x പ്ലസ് 2 കൂടെ പോസിറ്റീവ് ആയാൽ മൊത്തത്തിൽ പോസിറ്റീവാണ്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം x² മൈനസ് 3x പ്ലസ് 2. അപ്പോൾ x² മൈനസ് 3x പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0, x² മൈനസ് 3x പ്ലസ് 2 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x മൈനസ് 2 ഇൻറ്റു x മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 2 പോയിൻറ്റ്സ് ആണുള്ളത്, 1ഉം 2ഉം. ഇത് x1 ആവുമ്പോൾ ഇത് നെഗറ്റീവായി പോകും, 1 മൈനസ് 2. അപ്പോൾ ഈ റേഞ്ചിൽ ഇത് നെഗറ്റീവ് ആവും. ഇപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം? x ഗ്രേറ്റർ ദാൻ 2 ആവണം. വണ്ണിനും 2നും ഇടയ്ക്കാണ് x വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ സപ്പോസ് x ഈസ് ഈക്വൽ ടു 1.5 ആണെന്ന് വെച്ചോളൂ. ഇത് പോസിറ്റീവ് ആവും, പക്ഷേ ഇത് നെഗറ്റീവ് ആയി പോകും. അപ്പോൾ മൊത്തത്തിൽ നെഗറ്റീവ് ആവും. ഇനി x ഇങ്ങോട്ടാണെങ്കിലോ, x ഒന്നിനേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? സപ്പോസ് x ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 മൈനസ് 1, 0 മൈനസ് 2 അത് പോസിറ്റീവാണ്. അപ്പം ഇങ്ങോട്ടും പോസിറ്റീവ് വരും. x 2വിനേക്കാളും വലുതായിട്ടുള്ള പോർഷൻ, 2വിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള പോർഷനിൽ ഇത് രണ്ടും പോസിറ്റീവാണ്. x മൈനസ് 2ഉം പോസിറ്റീവാണ്, x മൈനസ് 1ഉം പോസിറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്. ഇനി x 1നും 2നും ഇടയ്ക്ക് വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആവും. 1നും 2നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ആവും. വണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് ആവും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോസിറ്റീവാണ്, 1ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോസിറ്റീവാണ്, 2ൻ്റെ റൈറ്റ് സൈഡിലോട്ടും പോസിറ്റീവാണ്. ഇതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് x ഫോർ വിച്ച് x³ മൈനസ് 12x² പ്ലസ് 45x പ്ലസ് 20 ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y എന്ന് എഴുതുക. y ഈസ് ഈക്വൽ x³ മൈനസ് 12x² പ്ലസ് 45x പ്ലസ് 20. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, dy/dx. ഇതാണ് ഡെറിവേറ്റീവ്. x³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3x² മൈനസ് 12 ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x പ്ലസ് 45 ഇൻറ്റു x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. ഇവിടെ 3 കോമൺ എടുക്കാം. അപ്പോൾ x² 3 പുറത്ത് പോയാൽ x², ഇവിടെ നിന്ന് 3 പോയാൽ 4, 4 ഇൻറ്റു 8 മൈനസ് 8x പ്ലസ് ഇവിടെ നിന്ന് 3 പോയാൽ 15. 3 ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. പിന്നെ നെഗറ്റീവ് ആവേണ്ടത് ഇതാണ്, ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ dy/dx ലെസ് ദാൻ 0 ആവണം. 3 ഒരിക്കലും ലെസ് ദാൻ 0 അല്ല. പിന്നെ ഇപ്പോൾ എന്തായിരിക്കണം? ഇത് ലെസ് ദാൻ 0 ആവണം. x² മൈനസ് 8x പ്ലസ് 15 നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം.
ലെസ് ദാൻ 0. അപ്പോൾ 2 പോയിൻറ്റ്സ് ആണുള്ളത്, 3 5. ഇവിടെ എക്സിൻ്റെ വാല്യൂ 3നും 5നും ഇടയ്ക്ക് വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. സപ്പോസ് എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ 4 കൊടുക്കുമ്പോൾ 4 - 3. 4 - 3 എന്ന് പറയുന്നത് 1 ആണ്. ഇത് 4 - 5 -1, അപ്പോൾ ലെസ് ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ 3ക്കും 5ക്കും ഇടയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇത് ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് 5ക്ക് മേളിലോട്ടുള്ള വാല്യൂ കൊടുക്കും. 6 കൊടുത്ത് നോക്കിക്കോളൂ. 6 കൊടുക്കുമ്പോൾ 6 - 5ഉം 6 - 3യും പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും. ഇനി 3ക്ക് ചെറുതായിട്ടുള്ള വാല്യൂ കൊടുക്കും. സപ്പോസ് 2 കൊടുത്തു. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 - 3 മൈനസ്, 2 - 5 മൈനസ്, മൈനസ് പ്ലസ് ആയി പോകും. അപ്പോൾ എവിടെയായിരിക്കും ഇത് നെഗറ്റീവ് ആവുന്നത്? 3ക്കും 5ക്കും ഇടയ്ക്കാണ് ഇത് നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ ഇത് ഡിക്രീസിങ് ആണ്, ബാക്കി എല്ലായിടത്തും അത് ഇൻക്രീസിങ് ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസിൽ അടുത്ത പ്രോബ്ലമാണ്. ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ദി റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് x² - 3x + 4 ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അപ്പോൾ ഏത് റേഞ്ചിലാണ്, എവിടെയൊക്കെയാണ് x² - 3x + 4 ഇൻക്രീസ് ആവുന്നത്, ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് x² - 3x + 4 ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് y എന്ന് കൊടുക്കുക, തന്നിരിക്കുന്ന ഫംഗ്ഷന് y എന്ന് കൊടുക്കുക. ലെറ്റ് y = x² - 3x + 4 എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. y = x² - 3x + 4. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, dy/dx കണ്ടുപിടിക്കണം. x²ൻ്റെ ഡെറിവേറ്റീവ് 2x, അപ്പോൾ അത് 2x മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, -3 × 1 പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് 0, അതുകൊണ്ട് എഴുതിയില്ല. അപ്പോൾ 2x - 3 ആണ് dy/dx. ഇനി ഇൻക്രീസിങ് ആവണമെങ്കിൽ dy/dx ഗ്രേറ്റർ ദാൻ 0. ഇൻക്രീസിങ് ആവണമെങ്കിൽ dy/dx ഗ്രേറ്റർ ദാൻ 0. dy/dx 2x - 3 ആണ്, 2x - 3 ഗ്രേറ്റർ ദാൻ 0. -3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. അപ്പോൾ 2x - 3 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 2x ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x ഗ്രേറ്റർ ദാൻ 3/2. അപ്പോൾ 3/2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അടുത്ത ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആണെങ്കിൽ dy/dx ലെസ് ദാൻ 0. dy/dx ലെസ് ദാൻ 0 ആകുമ്പോൾ 2x - 3 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ 2x ലെസ് ദാൻ 3 ആണ്, x ലെസ് ദാൻ 3/2 ആണ്. അപ്പം x ലെസ് ദാൻ 3/2 എന്ന് 3/2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, 3/2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഡിക്രീസിങ്ങും 3/2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇൻക്രീസിങ്ങും. ത്രീ ബൈ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ്, അപ്പോൾ ഇൻക്രീസിങ്. 3/2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ്, അപ്പോൾ ഡിക്രീസിങ്. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് x³ - 3x² + 6x + 7 ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. എപ്പോഴും ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്യണം. ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലാം ഇത് ഇൻക്രീസിങ് ആയിരിക്കും. അതായത് ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ dy/dx ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അത് പ്രൂവ് ചെയ്യേണ്ടത് dy/dx ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് x എന്ന് പ്രൂവ് ചെയ്യണം. അതിനാദ്യം ഇതിന് y എന്ന് കൊടുക്കാം. ലെറ്റ് y =
ഇവിടെ നമ്മൾ എക്സ് ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² എന്ന് കിട്ടും, -3 ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും, +6 ഇൻറ്റു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 1, 7 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ഇതിലെല്ലാം ഒരു 3 കോമൺ ഫാക്ടറാണ്. ആ 3 കോമൺ ഫാക്ടർ പുറത്തെടുക്കണം. പുറത്തെടുത്തു കഴിഞ്ഞാൽ x² - 2x + 2 എന്ന് കിട്ടും. അതിനെ നമുക്ക് നെ 1 + 1 എന്ന് എഴുതി. അപ്പോൾ x² - 2x + 1 + 1 എന്ന് കിട്ടി. ഈ x² - 2x + 1 എന്ന് പറയുന്നത് x - 1 ഹോൾ സ്ക്വയർഡ് ആണ്. ഈ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറയാം. 3 പോസിറ്റീവാണ്. x - 1 ഹോൾ സ്ക്വയർഡ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ x - 1 ഹോൾ സ്ക്വയർഡ് പോസിറ്റീവാണ്, +1 പോസിറ്റീവാണ്, 3 പോസിറ്റീവാണ്. ഇത് മൊത്തത്തിൽ പോസിറ്റീവാണ്. അപ്പോൾ >0 എന്ന് പറയാം. അപ്പോൾ dy/dx >0 ആണ് എപ്പോഴും. ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് x this quantity is >0. Therefore the function is always increasing എന്ന് നമുക്ക് പറയാം. അടുത്ത പ്രോബ്ലം, prove that 7 - 9x - 6x² - 2x³ is always decreasing. അപ്പോൾ ഓൾവേസ് ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ dy/dx നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ <0 എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ y എന്ന് കൊടുത്തു, തന്നിരിക്കുന്ന ഫംഗ്ഷന് y എന്ന് കൊടുത്തു. y = 7 - 9x - 6x² - 2x³. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, dy/dx കണ്ടുപിടിക്കണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 7നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. -9 ഇൻറ്റു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1, -6 ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x, -2 ഇൻറ്റു x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x². ഇവിടെ കോമൺ ആയിട്ട് 3 കോമൺ വരും. -3 കോമൺ ഉണ്ട്, -3 പുറത്തെടുക്കണം. -9 നിന്ന് -3 പുറത്തു പോയാൽ പിന്നെ +3. ഇവിടെ -6 നിന്ന് -3 പുറത്തു പോയാൽ പിന്നെ 2, അപ്പം 4x എന്ന് വരും, +4x. അടുത്തത് -3 പുറത്തു പോയാൽ പിന്നെ +2x². ഇവിടെ -3 ഇൻറ്റു ഇത് തിരിച്ചെഴുതി, 2x² + 4x + 3 എന്ന് എഴുതി. 2x² + 4xനകത്ത് 2 കോമൺ ഉണ്ട്, ആ 2 പുറത്തുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു x² + 2x ദെൻ +3. ഈ ബ്രാക്കറ്റിനകത്ത് x² + 2x ആണ് ഉള്ളത് ബ്രാക്കറ്റിനകത്ത്. അതിനകത്തൊരു 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു. ഇനി ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു x² + 2x + 1 -1 ഇൻറ്റു 2 -2 + 3 -2 + 3 + 1 ആണ്. ഇതിൽ x² + 2x + 1 എന്ന് പറയുന്നത് x + 1 ഹോൾ സ്ക്വയർഡ് ആണ്. അപ്പോൾ 2 ഇൻറ്റു x + 1 ഹോൾ സ്ക്വയർഡ് പ്ലസ് -2 + 3 1 +1 -3 പുറത്തുണ്ട്. ഈ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവാണ്. എന്തുകൊണ്ടത് x + 1 ഹോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x + 1 ഹോൾ സ്ക്വയർഡ് +1 ആണ്.
അതിൽ എക്സ് പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ എന്ന് സ്ക്വയർ ആണ്. സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2 × എക്സ് പ്ലസ് വൺ ദി ഹോൾ സ്ക്വയർ പോസിറ്റീവാണ്, +1 പോസിറ്റീവാണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവാണ്. ബ്രാക്കറ്റിന് പുറത്ത് -3 ആണ്. അപ്പോൾ -3 കൊണ്ട് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അത് <0 ആണ്. അപ്പോൾ dy/dx <0 ആണ്. dy/dx <0 ആകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഡിക്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സിന് എന്ത് വാല്യൂ എടുത്താലും ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് dy/dx <0. therefore ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ എളുപ്പമാണ്. ഇതിനേക്കാളും എളുപ്പമുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് കഴിഞ്ഞു. അടുത്ത നമുക്ക് ടേണിംഗ് പോയിൻറ്റ്സ് ആൻഡ് ടേണിംഗ് വാല്യൂസ് എന്നുള്ള ടോപ്പിക്കാണ്.